ഹലോ ഗൈസ്, ജീസസ് ഫ്ലോവിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പേരാമ്പ്രയിൽ വെച്ചിട്ട് കാറിൻ്റെ അകത്ത് നിന്ന് ഗർഭിണി വെന്ത് മരിച്ചൊരു സംഭവം അല്ലേ. ഒരുപാട് ദാരുണമായിട്ടൊരു സംഭവമായിരുന്നു. ഒരുപാട് പേർക്ക് ഒരു സങ്കടം ഉണ്ടാക്കിയൊരു കാര്യം. കാരണം വയറ്റിൽ ഒരു കുട്ടി കൂടെ ഉള്ള സമയത്ത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്ത് കാറിലുണ്ടായിരുന്നത്, വെന്ത് മരിക്കുന്ന സമയത്ത്, ആ കാറ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് കാറിലുണ്ടായിരുന്നത് ഭർത്താവും മരിച്ച സോന എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. ഓക്കെ, വയറ്റി കുട്ടിയുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ ചിന്ത പെട്ടെന്ന് വന്നേക്കുന്നത് ഇവർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളും കാര്യങ്ങളിലേക്കാണ് പോയത്. കാരണം ഈ സോനേൻ്റെ മാതാപിതാക്കൾ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട്, കാരണം അവർക്കറിയാം സ്വന്തം മാതാപിതാക്കൾക്ക് എപ്പോഴും മക്കളെയാണ് പിന്തുണയ്ക്കുക അല്ലേ. അത് മാത്രമല്ല, ഭർത്താവ് രക്ഷപ്പെടുകയും കൂടെ ചെയ്ത സമയത്ത്, ഭർത്താവ് രക്ഷപ്പെട്ടു ഭാര്യ മരിച്ചു എന്ന് പറയുമ്പോൾ സ്വന്തം മാതാപിതാക്കൾക്ക്, സോനേൻ്റെ മാതാപിതാക്കൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. വേറെ രീതിയിലൊക്കെ ചിന്തയെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയത്, ഒരുപാടല്ല 90% പേരും കുറ്റപ്പെടുത്തിയത് ഭർത്താവിനെ ആയിരുന്നു. ഭർത്താവ് കരുതി കൂട്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിൽ. കാരണം അതിനുള്ള തെളിവായിട്ട് പുതിയ കാറാണ്, പുതിയ കാറിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്താ പറയുക, ഇലക്ട്രിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല, തീ പിടിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ പെട്രോളുമായി ബന്ധപ്പെട്ട് തീ പിടിക്കാൻ, പെട്രോളിൻ്റെ സാന്നിധ്യം ഉള്ളിലുണ്ട് താനും, എന്നാൽ പെട്രോളുമായി ബന്ധപ്പെട്ട് തീ പിടിക്കാനുള്ള സാധ്യത പുതിയ കാർ ആയതുകൊണ്ടില്ല, യാതൊരു ലീക്കേജോ കാര്യങ്ങളോ ഇല്ല. ഇങ്ങനെയൊക്കെ വന്ന സമയത്താണ് നേരെ സംശയം എവിടെ പോയത്, ഭർത്താവിൻ്റെ നേരെ പോയത്. അപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ടു എന്ന രീതിയിലോട്ട് പോകുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നു, പല രീതിയിലുള്ള വീഡിയോസ് വരുന്നു, ഉള്ള ന്യൂസ് ചാനലുകൾ മൊത്തം എന്താ പറയുക, ഇത് ആഘോഷമാക്കി എടുത്തിട്ട് വീഡിയോ ഇടുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയത്തില്ല. ഒരു കാരണവശാലും ഒരാളെ തെറ്റുകാരനാണ് എന്ന് പോലീസ് അല്ലെങ്കിൽ ഫോറൻസിക് വിഭാഗം ഉറപ്പാക്കുന്നത് വരെ, ഫോറൻസിക് പിന്നെയും പറയാം, കാരണം വെച്ചാൽ ഫോറൻസിക് നോക്കുന്ന സമയത്ത് അവരവരുടെ ഇലക്ട്രിക്കലും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുക. പോലീസ് അല്ലെങ്കിൽ കോടതി ഒരാളെ തെറ്റുകാരനാണ് എന്ന് പറയുന്നത് വരെ ഒരു കാരണവശാലും അയാൾക്കെതിരെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ട് കുറ്റം പറഞ്ഞ് നടക്കരുത്. അത് അയാളാണ് കൊലപ്പെടുത്തിയത്. വെറുതെ ഒരു പറയുന്ന കാര്യമാണ്, ചെറിയൊരു കാര്യമല്ലത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നടന്നു. എന്തായി, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. നമ്മുടെ സ്വന്തം റീച്ചിന് വേണ്ടി നമ്മളെ തരംതാന്ന വർത്തമാനങ്ങൾ പറയാൻ നിൽക്കരുത്. നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടില്ല അല്ലേ. ഇത് ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സോന എന്ന പെൺകുട്ടി പമ്പിലോട്ട് പോയി പെട്രോൾ മേടിക്കുന്നതും, പെട്രോൾ മേടിച്ച് കൊണ്ടുവന്ന് കാറിൽ കയറുന്നതും ഒക്കെ ആയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ഭർത്താവ് 60% പൊള്ളലേറ്റ് കിടക്കുന്ന സമയത്ത് ഭർത്താവിനെ മൊഴിയെടുത്തപ്പോഴും പറഞ്ഞു, അപ്പം ആദ്യം ഭർത്താവ് പറഞ്ഞ സമയത്ത് ആരും വിശ്വസിച്ചില്ല. കാരണം പുള്ളിക്കാരൻ കളത്തിൽ ഒരാളെ നമ്മൾ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും നമ്മുടെ ഭാഗം നമ്മൾ കൊന്നു എന്ന് പറയുമോ, ഇല്ല. അതുകൊണ്ട് തന്നെ ആരും അയാളെ വിശ്വസിച്ചില്ല. പക്ഷേ പുള്ളിക്കാർ തന്നെ പെട്രോൾ മേടിച്ച് വണ്ടിയിൽ കയറി സമയത്ത് ഇപ്പം വിശ്വസിക്കേണ്ടതായിട്ട് വന്നു. അപ്പം പോലീസും കോടതിയല്ല പോലീസ് ഭർത്താവ് തെറ്റുകാരനല്ല എന്ന രീതിയിലോട്ടാണ് വരുന്നത്. അതാണ് പറഞ്ഞത്, ഒരാളെ നമുക്ക് കൈ കിട്ടുമ്പം വെറുതെ അങ്ങോട്ട് കയറിയിട്ട് അവളെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അയാളെ ജീവനം കൊണ്ട് പുഴ സൈഡിലായതുകൊണ്ട് ഭാഗ്യത്തിന് അയാൾ വെള്ളച്ചാടി രക്ഷപ്പെട്ടതാണ്. ഏതൊക്കെ രീതിയിലായിരുന്നു കഥകൾ വന്നത്. ഒരു കാരണവശാലും ഒരാളെ മുൻവിധിയോട് കൂടി തീരുമാനിച്ചിട്ട് അയാളുടെ ലൈഫ്, അയാൾ 60% പൊള്ളലേറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ കൈയിൻ്റെ ഒരു അറ്റത്തൊരു പൊള്ളലേറ്റ് കഴിഞ്ഞാൽ, ഒരു മെഴുകുതിരി നമ്മുടെ മേത്തുറ്റി വീണ് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വേദന ഉണ്ടാവും, നമ്മൾ അനുഭവിക്കുന്നത് എന്താ പെട്ടെന്ന്. അതേസമയം 60% പൊള്ളലേറ്റ വ്യക്തി ഭാര്യയെ രക്ഷപ്പെടുത്താണ്ട് തുള്ളി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് കുറേ പേര്. ആലോചിച്ച് നോക്കണം ഓരോരുത്തരുടെ മനസ്സെങ്ങനെയാണ് ആലോചിച്ച. അപ്പോൾ ദാരുണമായൊരു സംഭവമാണ്, ഒരിക്കലും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ തെറ്റ് ചെയ്യാത്ത ഒരാളെ തെറ്റുകാരനാണെന്ന് വിധിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി വിധിക്കാൻ ഒരു ചാനലുകൾക്കോ അല്ലെങ്കിൽ ഒരു യൂട്യൂബേഴ്സിനോ അതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ്. പോലീസ് ഒരു കാര്യം പറയുന്നത് വരെ കാത്തിരിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയും ഒന്ന് ക്ലിക്കായി വൈറലായി പോകണം എന്ന് വിചാരിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രം വിചാരിച്ച് വീഡിയോ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ, നമ്മൾ ആ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ അവസാനം ഈ ഒരു ഇത് എത്തിപ്പെട്ടതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടെന്നുള്ളൂ. അപ്പോൾ ഓക്കെ.